ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു വലിയൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. വലിയ വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വമ്പൻ വാർത്ത വമ്പൻ വാർത്ത പറയും. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു വമ്പൻ വാർത്തയാണ്. ഇത് രാജ്യത്ത് ഏത് രീതിയിലുള്ള പ്രത്യാഘാതം സൃഷ്ടിക്കും എന്നുള്ളത് ഞാനിങ്ങനെ തലപുകനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് താങ്കൾ എനിക്ക് പറഞ്ഞു തരണം. അതായത് നമുക്ക് ആസാമിനെ കുറിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിന്റെ ഡെമോഗ്രഫിയെ കുറിച്ച് നമ്മൾ 2 ദിവസമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഡിസ്കഷനിൽ പ്രധാനമായിട്ടും വരുന്നത് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ബംഗ്ലാദേശികളുടെയും റോഹിംഗ്യകളുടെയും പ്രധാനപ്പെട്ട ചലനങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ 67.5% ആൾക്കാർ അവിടെ പുറത്താക്കപ്പെട്ടു. അവിടെ ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന 4 ജില്ലകളിൽ വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഷോ ഓഫുകൾ നടത്തുകയാണ്. വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ ഇതേ തുടർന്ന് ഈ ആസാമിൽ വലിയ നീക്കം ഹിമന്ത് ബിശ്വ ശർമ്മ നടത്തിയിരുന്നു. ഇനി ഇത് വെസ്റ്റ് ബംഗാളിലോട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പം രാജ്യം കത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല, അവർ കത്തിക്കും. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ആസാമിൽ നടക്കുന്നത്, ആദ്യം ഹിമന്ത് ബിശ്വ ശർമ്മ അവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിയാ മുസ്ലിങ്ങളെ 2000 കുടുംബങ്ങളെ പിടിച്ച് പുറത്താക്കി. ഏകദേശം ഇതിയൊന്നും ഒരു 4000 പീപ്പിൾ വരുമെന്നാണ് തോന്നുന്നത്. അവിടെ ഒരു വനത്തിനകത്തെന്ന് പറഞ്ഞാൽ അതിർത്തി പ്രദേശത്ത് ഇവര് തങ്ങി പാർക്ക് ചെയ്യായിരുന്നു. അവരെ മുഴുവൻ അവിടെ നിന്ന് ഒഴിപ്പിച്ച ഒരു വലിയ മാസീവ് ഡ്രൈവ് ആയിരുന്നു. രണ്ടാമത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത വാർത്ത എന്ന് പറയുന്നത് ഈ അവിടെയുള്ള 2014 മുമ്പ് വന്ന ന്യൂനപക്ഷങ്ങൾ, അതായത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ, പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ, അതായത് ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകൾ, ബുദ്ധിസ്റ്റുകൾ, ഇവർക്കെതിരെയുള്ള കേസുകൾ ഒഴിവാക്കാൻ പോകുന്നു CAA ഭാഗമായിട്ട്. ഇപ്പൊ വരുന്ന വാർത്തയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്ത. ഇപ്പൊ വരുന്ന വാർത്ത, ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ അവിടെയുള്ള ഹിന്ദുക്കൾക്ക് ആയുധം നൽകാൻ പോവുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ലിറ്ററലി അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇൻ സം ഡിസ്ട്രിക്ട്സ് ഓഫ് ആസാം there are villages where only 100 സനാതൻ ധർമ്മ families live among 30,000 people. അതായത് 30,000 ചില വില്ലേജുകളിൽ, ചില ഗ്രാമങ്ങളിൽ 30,000 ആൾക്കാർക്കിടയിൽ തിങ്ങിപ്പാർക്കുന്ന 100 സനാതൻ ഫാമിലി, തുച്ഛമായ കുടുംബങ്ങളുണ്ട്. ആസ് പെർ ലോസ് സച്ച് ഫാമിലീസ് ക്യാൻ ഗെറ്റ് ആംസ് ലൈസൻസ് ഇഫ് ദേ വിഷ്. അതായത് നിയമപ്രകാരം അവർക്ക്, നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുധങ്ങൾ ഞങ്ങൾ തരാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. അതായത് അവിടെ 30,000 ആൾക്കാർ താമസിക്കുന്നത് ബംഗ്ലാദേശികളോ അനധികൃത കുടിയേറ്റക്കാരോ റോഹിംഗ്യൻസ് ആണോ എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. അവർക്കിടയിൽ താമസിക്കുന്നവർ ഒട്ടും സുരക്ഷിതല്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആക്രമണങ്ങൾ ആസാമിൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് ആസാമിൽ ഈ ഹിന്ദുക്കളെ അവിടെയുള്ള ബംഗ്ലാദേശികളോ കുടിയേറ്റക്കാരോ ആക്രമിക്കുന്ന രീതികൾ ഉണ്ടായിട്ടുണ്ടോ? ബംഗാളിലല്ല, ആസാമിൽ. വെസ്റ്റ് ബംഗാളിൽ നമ്മൾ നിരന്തരം കാണുന്ന ഒരു സംഭവമാണ്. അവിടെ മമതാ ബാനർജി ചെയ്യുന്നുണ്ട്. പക്ഷേ മമത അല്ല ആസാമിൽ ഭരിക്കുന്നത്. അടിച്ചാൽ ശക്തമായിട്ട് തിരിച്ചടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇത് രാജ്യത്ത് ഏത് തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും? അദ്ദേഹം പിന്നെയും പറയുന്നു, പ്രൊട്ടക്ടിങ് സനാതന ധർമ്മ ഈസ് അവർ ഡ്യൂട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഈ ഡെമോഗ്രാഫി നോക്കുകയാണെങ്കിൽ ആസാമിൽ 61% ഹിന്ദുക്കളും 35% മുസ്ലിങ്ങളും, ക്രിസ്ത്യാനിറ്റി 3%, ബുദ്ധിസ്റ്റ് 0.18, ജൈനിസം 0.008, സിഖിസം 0.07%, പിന്നെ അനിമിസം, പിന്നെ കുറച്ച് ട്രൈബൽ ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പൊ എന്താണ് ഈ വാർത്തയോട് താങ്കൾക്ക് തോന്നുന്നത്? എങ്ങനെ പ്രതികരിക്കും? ധനുഷ് ഇൻട്രോയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, ഈ 4500 ഹെക്ടർ വനപ്രദേശത്ത് നിന്ന് ആളുകളെ പുറത്താക്കി. പക്ഷെ അതിനകത്ത് ആ വാർത്ത നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അവിടെ ഒരു 126 ഈ വനവാസികൾ ഉണ്ടായിരുന്നു, വനവാസികളുടെ ഗോത്രം. അവരെ അടിച്ചോടിച്ചതിന് ശേഷമാണ് ഈ ഭൂമി കൈയേറിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഭൂമിയില്ല, അവരെ അവിടെ നിന്ന് അടിച്ചോടിച്ചു. അപ്പോ അവിടെ എന്നിട്ട് വെറ്റില കൃഷിയാണ് മെയിനായിട്ട് അവിടെ ചെയ്തത്. ഒരു കാർഷിക മണ്ണാണത്. ഇപ്പൊ റബ്ബറും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. അത് അമിത്ഷാ ആയിരുന്നു അതിനൊരു തുടക്കം കുറിച്ചത്. അവിടെ ഇനി ഡെവലപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് റബ്ബർ ഒക്കെ വെച്ച് പിടിക്കും. നമുക്കറിയാം, തേയിലയുടെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആസാം. അപ്പൊ തോട്ടം തൊഴിലാളികളായിട്ടാണ് പലരും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ അവിടെ കുടിയേറിയത്. ആ തോട്ടം മേഖലയൊക്കെ അവരുടെ ഒരു കൈകളിലേക്ക് ആയിരുന്നു. മറ്റൊന്ന്, ഈ വനമേഖലകളൊക്കെ ഈ വനവാസികളെയൊക്കെ അടിച്ചോടിച്ചുകൊണ്ട് 126 പേര് എന്ന് പറയുമ്പോൾ അത് അവരുടെ മണ്ണാണത്, അവരുടെ സ്വന്തം മണ്ണാണത്. ആ മണ്ണിൽ നിന്ന് അവരെ ഓടിച്ചിട്ടാണ് ഈ 4600 ഹെക്ടർ വരുന്ന വനപ്രദേശം വളഞ്ഞെടുത്ത് വെറ്റില കൃഷിയും പറ്റും. ഇത് പലയിടത്തും അവിടെ നടക്കുന്ന കാര്യമാണ്. അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മ്യാൻമാറിൽ നിന്ന് അടക്കമുള്ള റോഹിംഗ്യകൾ, അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബംഗ്ലാദേശികൾ, അതായത് ആദ്യം വെസ്റ്റ് ബംഗാളിൽ കയറുക, അതുവഴി പല വഴി കൂടെ ഇത് എത്തുക. അങ്ങനെയൊക്കെ വന്നതിന് ശേഷമാണ് അവിടെ ഒരുപാട് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. ഇവിടെ ഈ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം അസാമിനെ സംബന്ധിച്ചൊരു പുതുമയല്ല. 1960 9 ഹിന്ദുക്കളെ കൊല ചെയ്യപ്പെട്ടു, 100-ലധികം പേർക്ക് പരിക്കേറ്റിരുന്നു. അന്ന് 1960 നമ്മൾ ആലോചിക്കണം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാനായിട്ട്, കാരണം അവിടെ നമുക്കറിയാം ഒരുപാട് വനവും മറ്റും ഒക്കെ ഉള്ള പ്രദേശങ്ങളാണ്. അവിടെ ഈ ഹിന്ദുക്കൾ എന്ന് പറയുമ്പോഴേക്കും കൂടുതലും ഗോത്രവർഗ മേഖലയാണ്. നമുക്കറിയാം, ഈ നമ്മുടെ ഈ 7 വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, 78 സ്റ്റേറ്റുകളാണത്. 7 സഹോദരിമാരും ഒരു സഹോദരൻ എന്നാണ് പറയുന്നത്. സഹോദരൻ സിക്കിം ഏറ്റവും ഒടുവിൽ വന്ന സംസ്ഥാനമാണ്. അപ്പൊ ഇവിടങ്ങളിലെല്ലാം ഗോത്രവർഗങ്ങളുടെ ഗിരിവർഗങ്ങൾ എന്നാണ്, മലമുകളിൽ താമസിക്കുന്ന ഗോത്രവർഗങ്ങളാണ് ഇവിടെ എല്ലാം ഉള്ളത്. ഇവരിൽ നിന്നെല്ലാം ഭൂമിയും ഒക്കെ ഇത് ചെയ്തിരുന്നു.
ഇനി ഈ 1960 ഏറ്റവും വലിയ ലോകമറിഞ്ഞ ഏറ്റവും വലിയ ഒരു കൊല അവിടെ നടക്കുന്നത്. ഈ 9 പേരെ കൊല്ലുകയും അനവധി പേർ പലായനം ചെയ്ത് 100 പേർക്ക് പരിക്കേൽക്കുന്നു. 2018 വന്നപ്പോൾ ഉൾഫ എന്ന് പറഞ്ഞിട്ട് ഭീകര സംഘടനയുണ്ട്. അത് പുറത്തുനിന്ന് വലിയ രീതിയിൽ ഫണ്ടൊക്കെ വരുന്നതാണ്. അവർ AK-47 ഉപയോഗിച്ചുകൊണ്ട് 5 ഹിന്ദു സ്ത്രീകളെ അവിടെ ആ സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടിൻസുക്കിയ എന്ന് പറയുന്ന അസാമിലെ ആ സ്ഥലത്ത് ഈ 9 സ്ത്രീകളെ നിരത്തി നിർത്തി അവരുടെ തലയ്ക്ക് നിറയൊഴിക്കുകയാണ്. 9 അല്ല 5 ഈ ഹിന്ദു സ്ത്രീകളെ കൊന്നു. അതാണ് രണ്ടാമത്തെ സംഭവം. 2018 അതിന്റെ ഇടയ്ക്ക് മറ്റൊരു വലിയ കലാപം നടന്നു. ഈ ബോഡോ ലാൻഡിന്റെ സമീപ പ്രദേശങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിംസും ബോഡോസും തമ്മിൽ അതില് ഏതാണ്ട് 108 പേർ കൊല്ലപ്പെട്ടു, 4 ലക്ഷം പേർ പലായനം ചെയ്തു. 2025 ഈ ദുബ്രി വലിയ രീതിയിലുള്ള ഒരു കൊലപാതകവും മറ്റും ഉൾഫ നടത്തുകയാണ്. അപ്പം ഒരു ഭാഗത്ത് ഉൾഫയാണ്. ഉൾഫയ്ക്ക് ഇപ്പൊ പഴയ ഒരു ശൗര്യം ഇല്ല എങ്കിൽ പോലും ഉൾഫയുണ്ട്. പക്ഷെ ഉൾഫയെ ഉപയോഗപ്പെടുത്തുന്നത് മറ്റു ചില സംഘടനകളാണ്. ഉൾഫയെ ഉപയോഗപ്പെടുത്തുന്ന അവർക്ക് വേണ്ട ഫണ്ടും ആയുധങ്ങളും മറ്റുമൊക്കെ നൽകുന്നത്. അപ്പം ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഹിന്ദു ഏരിയകളിൽ നിന്ന്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസാമികളുടെ ഏറ്റവും വലിയ മുദ്രാവാക്യവും അവര് ഇത്രയും നാള് അവിടെ ഈ സമരം ചെയ്തതും BJP അധികാരത്തിൽ എത്തിയതും ഒക്കെ അവർ ഇതിനു വേണ്ടി തന്നെയായിരുന്നു. അവർ പറയുന്ന 1971 ശേഷം 71 മുമ്പ് വന്നവരൊക്കെ നിന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അപ്പോഴും 1960 ഹിന്ദുക്കൾക്ക് നേരെ ആദ്യത്തെ കൊലപാതകം നടക്കുന്നത്. 71 ശേഷം വന്നവർ വേണ്ട, അത് ഹിന്ദു ആയാലും വേണ്ട, മുസ്ലിം ആയാലും വേണ്ട എന്നുള്ളതാണ് അവരുടെ ഒരു ഇത്. അതുപോലെ തന്നെ ഈ തോട്ടം തൊഴിലാളി മേഖലയിൽ നിന്നൊക്കെ ഈ കടന്നുകയറ്റക്കാരെ ഒഴിവാക്കണം എന്നാണ്. ഇത് തദ്ദേശീയ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് അവരിത് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, ഈ സാഹചര്യത്തിലാണ് ഈ ബി ജെ പി സത്യത്തിൽ ഈ അസാമിൽ ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് ഏവരും കരുതി. കാരണം വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ BJPക്ക് പറ്റിയ വളക്കൂറുള്ള മണ്ണല്ല, പ്രത്യേകിച്ച് ഹിന്ദു വോട്ടേഴ്സ് കുറവുള്ള ഒരു ഏരിയയൊക്കെയാണ്. പക്ഷെ അസാമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു കോൺഗ്രസ് ചായ്വിലായിരുന്നു ഇന്നും ആ സംസ്ഥാനം നിന്നുകൊണ്ടിരുന്നത്. പക്ഷെ അവരുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് അവർ നേരെ BJPയിലേക്ക് ചായുന്നത്, BJP അധികാരത്തിലേക്കുന്നത്. തുടർച്ചയായിട്ട് 3ാമത്തെ ടേമാണ് ഇപ്പോൾ BJP അവിടെ ഭരിക്കുന്നത്. അപ്പോ ഇതേ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തോക്കുകൾ നൽകുകയാണ് ഇപ്പോൾ അസാം സർക്കാർ. ഇത് കേൾക്കുമ്പോൾ ഒരു പുതുമയായിട്ട് നമുക്ക് തോന്നുന്നുവെങ്കിലും പക്ഷെ ജമ്മു കാശ്മീരിൽ ഇത് നമ്മുടെ സൈന്യം ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഗ്രാമീണർക്ക് ഒരു ഫോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഗ്രാമീണരുടെ. അതായത് ഭീകരന്മാരും മറ്റു, കാരണം ഈ സൈന്യത്തിന് എപ്പോഴും കടന്നു ചെല്ലാൻ കഴിയാത്ത ചില റിമോട്ട് ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ സൈന്യത്തെ അവിടുന്ന് വിളിച്ചു, സൈന്യം ചെല്ലുമ്പോഴേക്കും ഭീകരന്മാരെ കടന്നു കയറുകയോ കൊലപാതകം നടത്തുകയൊക്കെ ചെയ്യും. അതും ഇതുപോലെയുള്ള ഏരിയാസിൽ, അതും ഹിന്ദു ഏരിയകൾ തന്നെയാണ്. അതും അവർക്ക് ഇത് കണക്ക് തോക്ക് നൽകുകയും അവർക്ക് അതിന് നമ്മൾ ന്യൂസിന്റെ വെള്ളം പലപ്പോഴും അതിന്റെ വിഷ്വൽ സഹിതം വാർത്ത ചെയ്തിട്ടുള്ള പിന്നെ ഗണ്ണുകൾ നൽകുകയും ഒപ്പം തന്നെ ഇവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് സൈന്യം തന്നെ കൊടുക്കുകയും ചെയ്തു. സമാനമായ രീതിയിൽ തന്നെ ഒരു പദ്ധതി വെസ്റ്റ് ബംഗാളില് BSF ചെയ്തിരുന്നു. കാരണം അവിടെ ഈ അതിർത്തി കടന്ന് വലിയ ഒരു ഇഷ്യൂ. പക്ഷെ അവിടെ ആയുധം കൊടുത്തില്ല, പകരം ഇത് കണക്കൊരു ഗ്രൂപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ ഇൻഫോം ചെയ്യുക, അത് കടന്നു വരുമ്പോൾ തന്നെ മെസ്സേജ് ചെയ്യുക എന്നുള്ള രീതി. അപ്പോൾ ഈ അസാമിൽ ഇത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സമാനമായ ഒരു സാഹചര്യം കാശ്മീരിൽ എന്തുകൊണ്ട് ഇത് കൊടുക്കേണ്ടി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈന്യത്തിന് പെട്ടെന്ന് കടന്നു ചെല്ലാൻ കഴിയാത്ത മലമുകളിലോ നിബിഡമായ വനങ്ങൾക്കുള്ളിലോ താമസിക്കുന്ന ഗ്രാമങ്ങളുണ്ട്, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഗ്രാമങ്ങൾ. ഒരു പക്ഷെ 10 വീടേ കാണും, ചിലപ്പോൾ 5 വീടേ കാണും. അങ്ങനെയുള്ള ചെറിയ ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമീണരെ അനവധി ഭീകരന്മാരെ തുരത്തിയ വാർത്തകൾ നമ്മുടെ ഇടയ്ക്ക് നൽകാറുണ്ട്. അപ്പം അതിന് സമാനമായിട്ട് ഇവിടെ നൽകിയേ പറ്റൂ. ഈ അടുത്ത സമയത്ത് ആസാമിൽ ഒരു വലിയ കലാപം നടന്നിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 5-6 മാസം മുമ്പായിരുന്നു. അവിടെ ഒരു മാസം, അതായത് 30 ദിവസമാണല്ലോ ഒരു മാസം 30 ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും നടന്നു സ്ത്രീകളെ. അതിന്റെ പിന്നിൽ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു കയറിയവരാണ്. അന്ന് അവിടുത്തെ ജനം സംഘടിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളല്ല, എല്ലാ സംഘടനകളും സംഘടിച്ചുകൊണ്ട് അവിടെയുള്ള കംപ്ലീറ്റ് ബംഗ്ലാദേശികളെ അടിച്ചിറക്കി വിട്ടു. എല്ലാവരും അവിടുന്ന് ഇറക്കി വിട്ട് വലിയ വിഷയങ്ങളായി കഴിഞ്ഞപ്പോഴത്തേനും ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ്മെന്റ് വന്നു. ബംഗ്ലാദേശ് പറഞ്ഞു, ഞങ്ങൾ ഇനി മത്സ്യം അങ്ങോട്ടേക്ക് കയറ്റി അയക്കില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് നാട്ടുകാർക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലായി, ഇവന്മാർ വന്നിരിക്കുന്ന മുഴുവൻ കച്ചവടത്തിനായിട്ട് വന്നവരാ, എന്നിട്ട് അവിടെ താമസിക്കുക, അവിടെ ഇതാകുക, അതുവഴി പോകുന്ന പെൺകുട്ടികളെ റേപ്പ് ചെയ്യുക. അങ്ങനെ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നു. അത് വലിയ വിവാദമായിരുന്നു. പക്ഷെ ആ പ്രതി പിന്നീട് പോലീസിന്റെ വെടിയേറ്റ് മരിക്കുകയായിരുന്നു. പോലീസ് പറയുന്നത് കുളത്തിച്ചാടി മരിച്ചു എന്ന് പറഞ്ഞു, അല്ലാതെ വെടിയേറ്റ് മരിച്ചു എന്ന് പറഞ്ഞു. ഹിമന്ത് ബിശ്വ ശർമ്മ ഈ യോഗയുടെ വേറൊരു പതിപ്പാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ വലിയ ഇതുണ്ടാകുകയും ഈ മത്സ്യക്കച്ചവടക്കാരെ മുഴുവൻ അവിടുന്ന് അടിച്ചോടിക്കുകയും ചെയ്തു. നിങ്ങളുടെ മത്സ്യം ഇനി ഇവിടെ വേണ്ട. കാരണം ബംഗ്ലാദേശിൽ നിന്നാണ് അവിടെ കൂടുതൽ മത്സ്യം എത്തുന്നത്. പക്ഷെ അതുകൊണ്ട് ഗുണപ്പെട്ടത് ഒറീസയും
അതുപോലെ തന്നെ ഗുജറാത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ മത്സ്യ വളർത്തൽ കേന്ദ്രങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെയുള്ള മത്സ്യങ്ങൾക്ക്, മഹാരാഷ്ട്രയിൽ നിന്നൊക്കെയുള്ള മത്സ്യങ്ങൾക്ക് വലിയ ഡിമാൻഡും ഈ അസാമിൽ വരികയുണ്ടായി. അപ്പൊ അങ്ങനെ ആ കച്ചവടക്കാരെ മുഴുവൻ ആ ജില്ലയിൽ നിന്ന് അവർ ഓടിച്ചു. കച്ചവടക്കാരെ ഓടിക്കുക മാത്രമല്ല, അവർക്ക് വീട് നൽകിയവർക്ക് പോലും മർദ്ദനമേൽക്കേണ്ടി വന്നൊരു വലിയ കലാപം. കാരണം ഒരു മാസം ഈ 30 ദിവസം 30 പീഡനങ്ങളും 4-5 പേരെ കൊലയും നടന്നു. അത് സ്വാഭാവികമായും ഒരു ജനവും സഹിക്കത്തില്ല. അതായത് ഈ വന്നു കയറിയവർ ഇതേ കണക്ക് മൃഗീയമായിട്ട് പെരുമാറും. ഇപ്പൊ നമുക്ക് കേരളത്തിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ അസാമിന്റെ ജനത്തിനെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഒരു ചുറ്റുപാടുമായി താരതമ്യം ചെയ്യാൻ കഴിയും. കാരണം ഇതുപോലെ ഒരു പ്രദേശമല്ല അവിടെ. കാരണം കേരളത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു പരന്ന പ്രദേശമാണെങ്കിൽ അത് അങ്ങനെയുള്ള ഒരു പ്രദേശമല്ല ഒന്ന്. എന്നിട്ട് പോലും കേരളത്തിൽ നടക്കുന്നില്ലേ, ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ അസാമിൽ ഇതേ രീതിയിലാണ്. അപ്പോൾ അവർക്ക് സ്വയരക്ഷയ്ക്ക് തോക്കുകൾ നൽകണം എന്ന് ഇതിപ്പോൾ തുടങ്ങിയ ആവശ്യമല്ല. നേരത്തെ ഉൾഫ വലിയ രീതിയിൽ ആക്രമണം നടന്നപ്പോൾ BJP മുമ്പോട്ട് വെച്ചൊരു ഡിമാൻഡ്. അന്ന് BJP ഒന്നും കേന്ദ്രത്തിലും സംസ്ഥാനത്തൊന്നുമില്ല. അന്ന് BJP RSSും ഒക്കെ പറഞ്ഞു അവിടെയുള്ള ഹിന്ദുക്കൾക്ക് ആയുധം നൽകണം, കാരണം അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ചെയ്തിരുന്നു. പക്ഷേ അന്നത്തെ സർക്കാർ കോൺഗ്രസ് സർക്കാരായിരുന്നു, കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒക്കെ അത് നൽകിയില്ല. ഇപ്പോഴത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് വളരെ മികച്ച ഒരു നീക്കമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്തരം ആയുധങ്ങൾ അവിടെ വേണം. കാരണം ഈ 10-30,000 പേര് താമസിക്കുന്ന, ഇതുപോലെ തിങ്ങിപ്പാർക്കുന്ന ഈ ഏരിയകളിൽ ഇല്ലീഗലായിട്ടൊക്കെ വന്ന് നിൽക്കുന്നവരുടെ ഏരിയയിൽ തന്നെ ഹിന്ദുക്കളുടെ പ്രത്യേകിച്ച് ഈ ഗോത്രവർഗ്ഗങ്ങളെയാണ് ഈ ഹിന്ദു എന്നുള്ള കാറ്റഗറി പറയുന്നത് നമ്മൾ. അങ്ങനെ ഉള്ള വീടുകളുണ്ട്. ചിലപ്പോൾ ഒരു 50 വീട് കാണും, ചിലപ്പോൾ ഒരു 100 വീട് കാണും. ഈ 30,000 വീടിന്റെ ഇടയ്ക്കാണ് ഈ 100 വീട്. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഹിന്ദുക്കളുടെ വീടുകൾ തകർക്കുക എന്നുള്ളതാണ്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഒരു വിഭാഗം കൂടുതൽ താമസിക്കുന്നിടത്ത് മറ്റേ വിഭാഗത്തിന് ഓടിക്കാനുള്ള ശ്രമം കേരളത്തിൽ പോലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് ആസാം സർക്കാരിന്റെ ഒരു നേട്ടം, ഒരു ധീരമായ ഒരു നടപടി എന്ന് തന്നെ പറയാം. പക്ഷെ ഇത് എന്താണ് ഇനി നമ്മുടെ രാജ്യത്തുണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്ട് എന്ന് അറിയത്തില്ല, അത് ഏത് രീതി ചർച്ചയാകുമെന്ന് അറിയത്തില്ല. പക്ഷെ ഇത് ആദ്യത്തെ സംഭവമല്ല. ജമ്മു കാശ്മീരിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയും അത് ചെയ്യുന്നത് തെറ്റില്ല. പക്ഷെ ഇതിനോട് ഏത് രീതിയിലായിരിക്കും ഉൾഫ, അതുപോലെ തന്നെ ഈ മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതാണ്. കാരണം ഇവർക്ക് ഫണ്ട് കൊടുക്കുന്ന മുസ്ലിം തീവ്രവാദ സംഘടനകൾ മാത്രമല്ല, ക്രിസ്ത്യൻ NGOകളുണ്ട് പുറത്തു നിന്നുള്ള, ഫോറിൻ, അവരും നൽകുന്നുണ്ട്. കാരണം ഇത് എങ്ങനെയെങ്കിലും ഡിവൈഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണല്ലോ. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിൽ ഏറ്റതിന് പിന്നാലെ ഈ അതിർത്തികളിൽ, മ്യാൻമാർ അതിർത്തിയിൽ വേലി കെട്ടുന്നൊരു പരിപാടി തുടങ്ങി. മുമ്പ് അവിടെ ഈ വിസ ഒന്നുമില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാം. മണിപ്പൂരായാലും മണിപ്പൂരിലേക്ക് വരികയോ പോവുകയൊക്കെ ചെയ്യാം. അതായത് ഇന്ത്യയിലേക്ക് കടന്നു കയറുക, അവിടുന്ന് ഞൂണ്ട് അസാമിലേക്ക് അല്ലെ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലൊക്കെ പോവുക. കുറച്ചുകൂടെ സേഫാണ് കാര്യം. കാരണം നമ്മുടെ ഇവിടുത്തെ കണക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. പിന്നീട് അവിടെ ഒരു സെന്ററാക്കി മാറ്റുക, കൂടുതൽ പേര് അവിടെ നിന്നേക്ക് എത്തുക. ഇപ്പൊ ഏതായാലും ഇനിയിപ്പോൾ അസാമിൽ ഒരു വലിയ സംഘർഷത്തിന് സാധ്യതകൾ കൂടുതലാണ്. കാരണം ഇപ്പോൾ 19 ലക്ഷം പേരെ ഇല്ലീഗൽസിനെ പുറത്താക്കാൻ ഒരു തീരുമാനമാണ്. അത് ഒറ്റയടിക്ക് 19 ലക്ഷം പേരെ പുറത്താക്കാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായി തന്നെ ഈ ഇല്ലീഗൽസ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം അവർക്കിപ്പോൾ വീട് ആരും കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു നിയമം കൂടെ അവിടെ വന്നിട്ടുണ്ട്, വീട് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്നവനകത്ത് പോകും. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേനും സ്വാഭാവികമായി തന്നെ ഇവർക്ക്, കാരണം ഈ ബുദ്ധിയും വിവരവും ഒന്നും ഇല്ലാത്തവരാണ്, അവർ സ്വാഭാവികമായിട്ട് ഈ ജനങ്ങൾക്ക് നേരെ അറ്റാക്ക് ചെയ്യും. അപ്പൊ അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പൊ നമ്മളിവിടെ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യം, മണിപ്പൂരിൽ കത്തുന്നു, വംശഹത്യ ചെയ്യുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഇങ്ങനെ തന്നെയാണ്. ഹിന്ദു ഭൂരിപക്ഷമായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളും. ഇപ്പോൾ നാഗാലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ വെറും 8% ഇന്നിപ്പോ ഹിന്ദു ഉള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്കുള്ള പരിവർത്തനങ്ങൾ, മതപരിവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ചെയ്യുന്നത്. ഒരു കൂട്ടർ സൈലന്റ് ആയിട്ടും, അവിടെ ഈ ക്രിസ്ത്യൻ സംഘടനകളുമുണ്ട്, അവരൊന്നും എന്താണ് പറയുന്നത്, സമാധാനത്തിൽ ഒന്നും പ്രവർത്തിക്കുന്നവരല്ല. അവര് ഫണ്ട് ചെയ്യുന്നവരുണ്ട്, അവരും ആയുധം വെക്കുന്ന ഗ്രൂപ്പ്സ് ഒരുപാടുണ്ട്, ക്രിസ്ത്യൻസ് ഗ്രൂപ്പുകൾ തന്നെ അവിടെ. അപ്പം ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ, സംഘടനകൾ ഒരുപാടുണ്ട്. പിന്നെ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ അനവധി സംഘടനകൾ വേറെയുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇതൊരു ധീരമായ നടപടിയാണ്. BJP മുൻപ് മുതലേ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതായത് 1960 മുതലേ BJP, അന്ന് 60-ൽ BJP ഇല്ല എങ്കിൽ പോലും ആ ഒരു കാലഘട്ടം പോലെ സംഘമൊക്കെ പറഞ്ഞിരുന്നതാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആയുധം നൽകണം എന്ന് പറഞ്ഞിരുന്നത്. നമുക്കറിയാം ഈ പഞ്ചാബിലും കാശ്മീരിലും ഒക്കെ പണ്ട് RSSന്റെ ശാഖ നടത്താൻ തോക്ക് പരിശീലനം നൽകി തോക്ക് കൊടുത്തിരുന്നു. ശാഖയിലെ ഈ ആക്രമണം, മറ്റേ ഈ ഖാലിസ്ഥാൻ ഭീകരരുടെയും ജമ്മു കാശ്മീർ ഭീകരർ, അന്നൊക്കെ അത് കൊടുത്തുകൊണ്ടാണ്. കാരണം അവിടെ ഒരു ശാഖയിൽ പഞ്ചാബിൽ കയറി 9 പേരെ വെടിവെച്ച് കൊണ്ടിരുന്നു. അന്ന് ഈ ഭിന്ദ്രന്മാലയൊക്കെ ഉള്ള ഒരു സമയമായി.
അന്ന് സംഘം തീരുമാനിച്ചു, കാരണം സ്വാഭാവിക സംഘത്തിന്റെ OTC ക്യാമ്പ് എന്ന് പറഞ്ഞാൽ തോക്ക് ഉപയോഗിക്കാനുള്ള പരിശീലനമാണ് നൽകുന്നത്. ITC OTC 2 ക്യാമ്പാണല്ലോ ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഓഫീസേഴ്സ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് റൈഫിൾസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കൊടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് ശാഖ നടത്തി. അന്ന് പറഞ്ഞിരുന്നു ഇതിനൊക്കെയുള്ള ജനങ്ങൾക്ക് കൊടുക്കുക, കാരണം ജനങ്ങൾക്ക് കൊടുക്കാൻ സംഘത്തിന് കഴിയില്ലല്ലോ. ആ ശാഖയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അന്ന് സർക്കാർ സമ്മതിച്ചിരുന്നു, അത് വെച്ച് അവർ ശാഖ നടത്തിക്കോട്ടെ, കാരണം സ്വയം രക്ഷയാണല്ലോ പ്രധാനം. അപ്പോൾ ഒന്നോ രണ്ടോ തോക്ക് പിടിച്ചിട്ട് ഒരാൾ സൈഡിലുണ്ടാവും, ശാഖ നടന്നു പോകുമായിരുന്നു. കാരണം പോലീസ് ഫോഴ്സിനും സേനയ്ക്കൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോരോ ചെറിയ ഏരിയയിലും പോയി തമ്പടിച്ചിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഒരു ഇത് നൽകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ അത് ഏത് രീതിയിലായിരിക്കും, നമ്മുടെ മാധ്യമങ്ങളൊന്നും എന്തായാലും ഈ വാർത്ത അറിഞ്ഞ ലക്ഷണമില്ല. അറിഞ്ഞിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും മറ്റുമൊക്കെ നടക്കുമായിരുന്നു. ചർച്ച നടക്കട്ടെ, എന്തുകൊണ്ട് അവിടെ തോക്ക് കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് പ്രധാന ചോദ്യം.